ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അഭിഷേകാണ്. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു MT15 വെർഷൻ 1 ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ MT സെക്കൻഡ് എടുക്കുന്നവർക്കൊക്കെ ആയിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആവണം. എന്തായാലും നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഈ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, ഇതാണ് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുള്ള വണ്ടി കേട്ടോ. MT വെർഷൻ 1 ആണ്. 2021 ജൂണിൽ ഇറങ്ങിയ വണ്ടിയാണ്. വൈറ്റും സിൽവറായിട്ട് വരുന്ന ഒരു കോംബോ ആണ്. ഇതിൻ്റെ കളർ കോംബോയ്ക്ക് ഒരു പേര് പറയും. കമ്പനി ഈ കളറിനെ പറയുന്നത് ഐസ് ഫ്ലൂ വെർമില്യൺ എന്നൊരു കളറാണ് കേട്ടോ. അതായത് ഒരു വൈറ്റും റെഡും ആയിട്ട് വരുന്നൊരു കോംബോ ആണ്. വൈറ്റ് ടാങ്കും അത്യാവശ്യം ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് കയറി വന്നിട്ട് 2 അലോയ് വന്നിട്ട് റെഡ് കളറിലാണ് വരുന്നത്. ഐസ് ഫ്ലൂ വെർമില്യൺ ആണെന്നാണ് കമ്പനി ഈ ഒരു കളർ വരെ ഇങ്ങനെ പറയണം. സോ ഗൈസ്, റിവ്യൂലോട്ട് പോകുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ലൊരു വൈസറൊക്കെ വന്നിട്ടുണ്ട്. ഇത് ആഫ്റ്റർ മാർക്കറ്റ് വൈസറാണ് കേട്ടോ. ഇതിൽ കുറച്ച് ആഫ്റ്റർ മാർക്കറ്റ് സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ വണ്ടി ഒരു സെക്കൻഡ്സ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്കായിരിക്കും കൂടുതൽ ഉപയോഗപ്രദമാകുന്നത് കേട്ടോ. കാരണം MT വെർഷൻ 2 ഒക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഇതൊരു MT വെർഷൻ 1 പറ്റിയുള്ള റിവ്യൂ ആണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നൊരു പ്രൊജക്ടറാണ്. അത്യാവശ്യം നല്ലൊരു പ്രൊജക്ടർ തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഹെഡ്ലൈറ്റ് തന്നെയാണ്. 2 ഐ പ്രൊജക്ടറാണ് വരുന്നത്. ഇത് ആഫ്റ്റർ മാർക്കറ്റായിട്ട് 2 ആംഗ്രി ബേർഡ് ഐ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നതാണ്. സോ അടുത്തായിട്ട് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രൊജക്ടർ വരുന്നുണ്ട്. നല്ല വിസിബിലിറ്റി വരുന്ന പ്രൊജക്ടർ തന്നെയാണ് കേട്ടോ. പിന്നീട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്ന ഒരു മഡ് ഗാർഡ് വരുന്നത് നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. അടുത്തതായിട്ട് ഫ്രണ്ടിൽ വരുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കേട്ടോ. അതായത് 41 mm ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. വെർഷൻ 2 വെച്ച് നോക്കുമ്പോൾ വെർഷൻ 2 വരുന്നത് USD ഫോർക്കാണ്. വെർഷൻ 1 ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. ഫ്രണ്ടിൽ വരുന്നത് 230 mm ഡിസ്ക് പ്ലേറ്റാണ് ഫ്രണ്ടിൽ വരുന്നത്. അത്യാവശ്യം നല്ല ബൈറ്റൊക്കെ തരുന്ന ഒരു ഡിസ്ക് പ്ലേറ്റ് തന്നെയാണ്. ഇതിൽ ബ്രാക്ക് പാഡ് 2 ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം വണ്ടി കുറച്ച് കിലോമീറ്ററായി. അടുത്ത ഫ്രണ്ടിൽ വരുന്നത് 100-80-17 mm ടയറാണ്. 100-80-17 ടയറാണ് ഫ്രണ്ടിൽ വരുന്നത്. 100-80-17 കേട്ടോ. ഇത് റേഡിയൽ ടയറാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. MRF ആണ് സ്റ്റോക്ക് ടയർ വരുന്നത്. അടുത്തായിട്ട് പറയുകയാണെങ്കിൽ വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് ആണ്. 10 ലിറ്റർ ഫ്യൂൽ ടാങ്ക് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം വണ്ടി അത്യാവശ്യം VV ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ നല്ല മൈലേജ് വരുന്ന ഒരു വണ്ടിയാണ്. സോ 10 ലിറ്റർ ടാങ്കൊക്കെ എന്ന് വെച്ചാൽ ഓക്കെ ആണ് കേട്ടോ. മൈലേജ് ഉള്ളതുകൊണ്ട് തന്നെ 10 ലിറ്റർ ടാങ്കൊക്കെ മതി. പിന്നെ അടുത്തായിട്ട് വരികയാണെങ്കിൽ സീറ്റിലോട്ടാണ്. സീറ്റ് നല്ല അത്യാവശ്യം കുഷനൊക്കെ ഉള്ള സീറ്റാണ്. റൈഡർക്ക് നല്ല കംഫർട്ട് വരുന്ന സീറ്റാണ്. ബട്ട് പില്ലിയന് ഒട്ടും കംഫർട്ട് ഇല്ലാത്ത സീറ്റാണ് കേട്ടോ. കാരണം ഇതൊരു നേക്കഡ് വണ്ടി ആയതുകൊണ്ടാണ്. ഇത് വണ്ടി പൂർണ്ണമായിട്ട് ഒരു നേക്കഡ് വണ്ടിയാണ് കേട്ടോ. കാരണം ബാക്ക് നല്ലവണ്ണം ഷോർട്ടാണ്. ബാക്ക് പില്ലിയനൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം ഒട്ടും ഇരിക്കാൻ പറ്റാത്തൊരു സീറ്റൊക്കെ തന്നെയാണ് കേട്ടോ. ഫ്രണ്ടിൽ പക്ഷേ റൈഡർക്ക് നല്ല കംഫർട്ട് വരുന്ന സീറ്റാണ്. അടുത്തായിട്ട് വരികയാണെങ്കിൽ വണ്ടിയുടെ മീറ്ററിലോട്ടാണ്. മീറ്ററിലോട്ട് നമുക്ക് അടുത്ത് ലാസ്റ്റ് വരാം. സോ 2 മിററൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി വരുന്ന മിററൊക്കെയാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ സൈലൻസറാണ്. ഒരു അതായത് സിംഗിൾ സൈലൻസറാണ്. പക്ഷേ അത്യാവശ്യം VV ടെക്നോളജി ഉള്ളതിൻ്റെ നല്ല അത്യാവശ്യം നല്ലൊരു സൗണ്ടും വരുന്നുണ്ട്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഉണ്ടായിരുന്ന ഒരു ടെയിൽ ടേഡ് കട്ട് ചെയ്ത് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. കാരണം MGയിൽ വരുമ്പോൾ MGയിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പോരായ്മ എന്ന് വെച്ചാൽ ഇതിൻ്റെ ടെയിൽ ടേഡ് ചെയ്യാനാണ് കേട്ടോ. MG ഓണേഴ്സ് മിക്കവരും ആദ്യം തന്നെ ചെയ്യുന്നത്, വണ്ടി എടുത്തിട്ട് ആദ്യം തന്നെ ചെയ്യുന്നത് ബാക്ക് ടെയിൽ ടേഡ് കട്ട് ചെയ്ത് നോർമൽ ഒരു ഷോർട്ട് ടെയിൽ ടേഡ് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഒരു മഡ് ഫ്ലാപ്പ് പറഞ്ഞുകൊണ്ട് ടെയിൽ ടേഡ് കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ മഡ് ഫ്ലാപ്പ് നിർബന്ധമാണ്. അല്ലെങ്കിൽ ചെളി അടിച്ച് കയറി ഇരിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവും. സോ അവിടെ നമ്മൾ അടുത്ത് നോക്കുന്നത് ബാക്ക് ടയർ സൈസ് ആണ്. 140-80-17 ബാക്ക് ടയർ സൈസ് വരുന്നത്. MRF ടയറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ഇട്ടിരിക്കുന്നതും MRF ടയർ തന്നെയാണ് കേട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ ബാക്ക് സിംഗിൾ ഡിസ്ക് തന്നെയാണ്. 220 mm സിംഗിൾ ഡിസ്ക്കാണ് ബാക്കിൽ വരുന്നത്. അത്യാവശ്യം നല്ല ബൈറ്റൊക്കെ തരുന്ന ബാക്ക് ബ്രാക്ക് തന്നെയാണ്. നല്ല ബൈറ്റല്ല എങ്കിലും ബൈറ്റ് കിട്ടുന്നൊരു ബാക്ക് ബ്രാക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ബാക്ക് പില്ലിയനൊക്കെ പിടിച്ചിരിക്കാൻ പറ്റിയൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല വണ്ടി ഇങ്ങനെ എടുത്ത് പൊക്കാനും പറ്റിയൊരു സാധനമാണ് കേട്ടോ. നല്ല ബിൽഡ് ക്വാളിറ്റി ഒന്നുമല്ല, അകം പൊള്ളയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്നാലും ക്വാളിറ്റി ഉണ്ട്. ഇത് ഇത്രയും കാലത്തും ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ബാക്ക് പില്ലിയന് ഒട്ടും കംഫർട്ട് ഇല്ലാത്തൊരു സീറ്റാണ് ബാക്കിൽ വരുന്നത്. പിന്നെ ഒരു അണ്ടർ ബെല്ലി കൊടുത്തിട്ടുണ്ട്. അണ്ടർ ബെല്ലി അല്ല, ബാക്ക് അതായത് ചെളി കടിച്ച് കയറാനിരിക്കാനുള്ള എൻജിൻ ഗാർഡ് എന്നൊക്കെ പറയാം കേട്ടോ. അണ്ടർ ബെല്ലി ആയിട്ട് ഇതിനെ പറയാൻ പറ്റില്ല, എൻജിൻ ഗാർഡ് എന്നൊക്കെ പറയാം. പിന്നെ അത്യാവശ്യം നല്ല കുറച്ച് നീളം കൂടിയ ഒരു ഗിയർ ലിവറാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതായത് ഈ വണ്ടി വരുന്നതെന്ന് വെച്ചാൽ അപ്രൈറ്റ് പൊസിഷനാണ് കേട്ടോ. അപ്രൈറ്റ് പൊസിഷനിൽ അത്യാവശ്യം ഇങ്ങനെ ഗിയർ ലിവർ വരത്തുള്ളൂ. ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക്. നോക്കുവാണെങ്കിൽ നല്ല കിടിലൻ ലുക്ക് തന്നെയാണ്. വണ്ടി ഇറക്കിയിട്ട് ഇപ്പോൾ 2 വർഷമായി. എന്നാലും വണ്ടിയുടെ ലുക്കിനൊന്നും ഒരു മാറ്റവും ഇല്ല. കിടിലൻ ലുക്ക് തന്നെയാണ് ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ നോക്കുവാണെങ്കിൽ കിട്ടുന്നത്. ഗൈസ്, നമുക്കിനി നേരെ വണ്ടിയുടെ മീറ്ററിലോട്ട് പോകാം. മീറ്ററിലോട്ട് പോകുകയാണെങ്കിൽ ഇവിടെയാണ് നമുക്ക് വണ്ടിയുടെ കീ സോക്കറ്റ് വരുന്നത്. ടാങ്കിനോട് ചേർന്നാണ് കീ സോക്കറ്റ് പറഞ്ഞത് കേട്ടോ. വേറെ പാടൊന്നുമില്ല. കീ സോക്കറ്റൊക്കെ ഓക്കെയാണ്. ഹായ് എന്ന് കേൾവി കാണിച്ച് മീറ്റർ വരുന്നുണ്ട്. മീറ്ററിൽ വരുന്ന സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, RPM മീറ്റർ വരുന്നുണ്ട്, സ്പീഡോ മീറ്റർ വരുന്നുണ്ട്, ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്, കിലോമീറ്റർ വരുന്നുണ്ട്, ട്രിപ്പ് 1 ട്രിപ്പ് 2
ടൈം എല്ലാം വരുന്നൊരു മീറ്ററാണ് നമുക്കിതിൽ വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് മീറ്റർ തന്നെയാണ്. അടുത്ത് വണ്ടിയുടെ സൗണ്ട് നോക്കുവാണെങ്കിൽ വണ്ടിയുടെ സൗണ്ടിലോട്ട് പോകാം നമുക്ക്. ഇതാണ് വണ്ടിയുടെ സ്റ്റോക്ക് സൗണ്ട് കേട്ടോ. സ്റ്റോക്ക് സൗണ്ട് എന്ന് പറയുമ്പോൾ വേറെ റവ്യോ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റോക്ക് സൗണ്ട് പ്യുവർ എൻജിൻ സൗണ്ട് ഒന്നുമില്ല, ക്ലിയർ സൗണ്ടാണ് കേട്ടോ. റവ് ചെയ്യുമ്പോൾ ഇതാണ് വണ്ടി റവ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് കേട്ടോ. നമുക്ക് കൂടുതൽ എടുത്ത് ചെയ്യാൻ പറ്റില്ല, കാരണം പുതിയ വണ്ടിയിൽ. സോ ഇതാണ് വണ്ടി റവ് ചെയ്യുമ്പോഴുള്ള സൗണ്ട്. വണ്ടിയുടെ ഹെഡ്ലൈറ്റും കൂടെ നമുക്ക് നോക്കാം. ഹെഡ്ലൈറ്റ് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി വരുന്ന ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഇതാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന ഹെഡ്ലൈറ്റൊക്കെ ഇടുമ്പോഴുള്ള ലുക്ക് കേട്ടോ. കിഡിലെ ലുക്കാണ് വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. സോ ഗൈസ്, നമുക്കിനി വണ്ടി റൈഡ് ചെയ്യുമ്പോൾ വണ്ടിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും കസ്റ്റമർ വന്നിട്ടുള്ള പണികളും സർവീസ് സെൻറ്ററിൽ നിന്ന് കിട്ടിയുള്ള പണികളും കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി റൈഡ് ചെയ്യുമ്പോൾ പറയാം. സോ നമുക്ക് റൈഡിങ് റിവ്യൂലോട്ട് പോകാം. സോ ഗൈസ്, നമുക്കിനി എന്തായാലും വണ്ടി റൈഡിങ് റിവ്യൂലോട്ട് പോകാം. റൈഡിങ് റിവ്യൂലോട്ട് പോകുന്നതിന് മുമ്പ് വണ്ടിക്ക് എനിക്ക് ഹൈറ്റൊക്കെ ഓക്കെയാണ് കേട്ടോ. ഞാൻ 5.5 ആണ്, എനിക്ക് ഹൈറ്റൊക്കെ ഓക്കെയാണ്. 810 mm ആണ് ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത്. വണ്ടിക്ക് വെയിറ്റ് വരുന്നത് 130 കിലോയാണ് വണ്ടിയുടെ വെയിറ്റൊക്കെ നീറ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാൻ പറഞ്ഞാൽ മാത്രമല്ല VV ടെക്നോളജി പറഞ്ഞുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജൊക്കെ തരുന്ന ഒരു വണ്ടി കൂടിയാണ്. വണ്ടിയുടെ ബാക്കി ഭാഗങ്ങളെല്ലാം പക്കയാണ്, ഓക്കെയാണ് നമ്മൾ നോക്കുവാണെങ്കിൽ. എന്തായാലും നമുക്കിനി ഇതിൻ്റെ റൈഡിങ് റിവ്യൂലോട്ട് പോവാം. സോ ഗൈസ്, നമ്മൾ റൈഡിങ് റിവ്യൂലോട്ട് പോകുമ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ വണ്ടി സിംഗിൾ ചാനൽ ABS ആണ് കേട്ടോ. പക്ഷേ ബാക്ക് ബ്രേക്ക് എന്ന് വെച്ചാൽ ഒട്ടും ബൈറ്റില്ലെന്നല്ല, എന്നാലും ബൈറ്റുണ്ട്. പക്ഷേ ബാക്ക് ബ്രേക്ക് മാത്രം വിശ്വസിച്ച് നമുക്ക് പോകാൻ പറ്റില്ല. അത് ഈ വണ്ടി എന്നല്ല, ഒരു വണ്ടിയും ബാക്ക് ബ്രേക്ക് മാത്രം വിശ്വസിച്ച് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ വണ്ടിയിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രണ്ട് 70%-ഉം ബാക്ക് 30% വെച്ചാണ് അപ്ലൈ ചെയ്യാനുള്ള. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് ബ്രേക്ക് കൂടുതൽ അപ്ലൈ ചെയ്യാവും, എങ്കിലേ ABS നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ആവത്തുള്ളൂ കേട്ടോ. കാരണം ഇത് സിംഗിൾ ചാനൽ ABS വരുന്നൊരു വണ്ടിയാണ്. ABS പ്രോപ്പറായിട്ട് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് 70%-ഉം ബാക്ക് 30% പിടിക്കാവും. ഒട്ടുമിക്ക പേരും ബാക്ക് ബ്രേക്കാണ് കൂടുതൽ അപ്ലൈ ചെയ്യണം. ഒരിക്കലും അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. ഈ വണ്ടി എന്നല്ല, ഏത് വണ്ടിയായാലും ഏത് ബൈക്കായാലും, ഇപ്പോൾ ഡിസ്ക് വരുന്ന ഏത് ബൈക്കായാലും നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാവൂ. ABS ഉള്ള ബൈക്കാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ അപ്ലൈ ചെയ്യാവൂ, എങ്കിലേ ABS പ്രോപ്പർ വർക്ക് ആവത്തുള്ളൂ കേട്ടോ. അത് നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും. എനിക്കൊന്നും മലയാളി യൂട്യൂബേഴ്സ് അങ്ങനെ കൂടുതൽ പേര് അങ്ങനെ ചെയ്തിട്ടില്ല. എന്തായാലും ഞാൻ അതിനുശേഷം ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിലല്ല, ഡോമിനറിലാണ് ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ പറഞ്ഞ തന്നെ മീറ്ററൊക്കെ നോക്കുവാണെങ്കിൽ നല്ല വിസിബിലിറ്റി തരുന്നൊരു മീറ്റർ തന്നെയാണ്, നല്ല വിസിബിലിറ്റി തരുന്ന മീറ്റർ തന്നെയാണ്. ഇത് കിലോമീറ്ററൊക്കെ ഇതാണ്. പിന്നെ ടോട്ടൽ കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളതെന്ന് വെച്ചാൽ 17,858 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. വണ്ടി എടുത്തിട്ട് 2 വർഷമായി കേട്ടോ. 17,858 കിലോമീറ്ററാണ് വണ്ടി ഇതുവരെയായിട്ട് കവർ ചെയ്തിട്ടുള്ള കിലോമീറ്റർ. പിന്നെ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വണ്ടി 2 വർഷമായി, പക്ഷേ അത്യാവശ്യം നീറ്റ് വണ്ടി തന്നെയാണ് കേട്ടോ. നീറ്റ് വണ്ടി എന്ന് വെച്ചാൽ ഒരു കാലപ്പഴക്കം വരിക അല്ലെങ്കിൽ കളർ ഫെയ്ഡാവുക അങ്ങനെയൊന്നുമില്ല. ഇനി നമുക്ക് വണ്ടിയുടെ സർവീസിനെ പറ്റി പറയാം. വണ്ടി ഫസ്റ്റ് സർവീസിന് വരുന്ന കോസ്റ്റ് എന്ന് വെച്ചാൽ 1,200 രൂപയാണ് കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയാം. കാരണം എന്ന് വെച്ചാൽ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി തന്നെയാണ്. ഈ വണ്ടി ഇറക്കിയപ്പോൾ തൊട്ട് ഞാൻ ഓടിക്കുന്നുണ്ട്. സോ 1,200 രൂപയാണ് ഫസ്റ്റ് സർവീസിന് വരുന്ന കോസ്റ്റ്. സെക്കൻഡ് സർവീസിന് വരുമ്പോൾ 1,600 സംതിങ് വരണം കേട്ടോ. പിന്നെ ഈ വണ്ടി തേർഡ് സർവീസ് ആയപ്പോൾ നമ്മൾ ടഫ്ലോൺ കോട്ടിങ് ചെയ്തിട്ടുണ്ട്, വണ്ടിയിൽ ഫുൾ ടഫ്ലോൺ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വന്ന കോസ്റ്റ് എന്ന് വെച്ചാൽ 2,600 രൂപയാണ് ടഫ്ലോൺ കോട്ടിംഗ് ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റ്. വേറെ സർവീസ് സെൻറ്ററിൻ്റെ ഭാഗത്തുനിന്ന് വേറെ വിഷയമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ വണ്ടിക്ക് വന്നിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഫ്യൂൽ ഗേജ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് ഒരിക്കൽ. ഫ്യൂൽ ഗേജ് കംപ്ലയിൻ്റ് ആയെന്ന് വെച്ചാൽ ഫ്യൂൽ കറക്റ്റ് കാണിക്കത്തില്ല. ഫ്യൂൽ ഗേജ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് പിന്നെ അത് കമ്പനി കൊടുത്ത് അപ്പോഴും റീപ്ലേസ് ചെയ്ത് കിട്ടിയ ഓരോ സ്ഥലമാകുന്നേ വന്നുള്ളൂ. അപ്പോഴും റീപ്ലേസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ 4 മാറ്റിയിട്ടുണ്ട്, ബാക്കിലത്തെ ടെയിൽ സ്റ്റഡി മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഹാലജനാണ് ഇൻഡിക്കേറ്റർ വരുന്നത്, ഇത് LED ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ KTMൻ്റെ ഒറിജിനൽ LED ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് കേട്ടോ. അതായത് വെള്ളം കയറുന്ന അങ്ങനത്തെ ടൈപ്പല്ല, ഒറിജിനൽ തന്നെയാണ്. ഹാലജൻ ഒരിക്കലും അതൊരു അലിമ്പാണ് കേട്ടോ കാണാനായിട്ട്. എനിക്കെന്നല്ല, ഒട്ടുമിക്ക പേർക്കും അത് ഇഷ്ടമില്ല. ഇപ്പോൾ V3 ആയാലും V4-നായാലും അവർ ഹാലജൻ വെച്ചാണ് ഇറങ്ങുന്നത്. പിന്നെ MGക്ക് വരുമ്പോൾ വെർഷൻ 2-ൽ വരുമ്പോൾ USB ഫോർക്ക് വരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഒരു മാറ്റം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിൽ ഞാൻ നോക്കുവാണെങ്കിൽ ഇതിലെനിക്ക് വലിയ മാറ്റം തോന്നുന്നില്ല. USDയും ടെലിസ്കോപ്പിക്കും തമ്മിൽ നല്ല മാറ്റമുണ്ട്. പക്ഷേ ഇതും എനിക്കിതിൽ ഓക്കെ ആയിട്ടാണ് തോന്നുന്നത് കേട്ടോ. കാരണം വണ്ടി ഓവർ വെയിറ്റ് ഇല്ലല്ലോ.
അപ്പോൾ എന്തായാലും ഈ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ഇതിൽ ഓക്കെയാണ്. പക്ഷേ ഈ വണ്ടി എടുക്കുന്നവർക്കായിരിക്കും ഈ വീഡിയോ കൂടുതൽ ഉപയോഗമാണ് കേട്ടോ. കാരണം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള മിക്കതും സെക്കൻഡ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. സെക്കൻഡ്സ് എടുക്കുമ്പോൾ ഉറപ്പായിട്ടും വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി, വണ്ടി ആക്സിഡൻറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ടോ, വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി അങ്ങനെയൊക്കെ നോക്കണം. പിന്നെ സെക്കൻഡ് ഏതൊരു വണ്ടി എടുക്കുമ്പോഴും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ മാക്സിമം ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുമാത്രമല്ല, എത്ര വീഡിയോ കണ്ടിരുന്നാലും ഒരു മെക്കാനിക്കിനെ കൂടെ കൊണ്ടുപോയി, നമ്മൾ നല്ലൊരു വണ്ടിയാണ് എടുക്കാൻ നോക്കുന്നതെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൂടി കൊണ്ടുപോയി എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം മെക്കാനിക് അല്ലെങ്കിൽ വണ്ടീനെ പറ്റി നല്ലോണം അറിയാമെന്നുള്ള ആരെങ്കിലും കൊണ്ടുപോയി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. എപ്പോഴും അങ്ങനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നോക്കുമ്പോഴും സൈഡിൽ നോക്കുമ്പോഴും വണ്ടി കാണാനൊക്കെ നീറ്റായിരിക്കും. പക്ഷേ എൻജിൻ സൈഡ് നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം എൻജിൻ സൈഡ് ഏത് ടൈപ്പ് എൻജിനാണ്, ഇനി എൻജിനിൽ കംപ്ലയിൻറ്റ് വന്നാൽ അത് പൊളിച്ച് പണിതിട്ടുള്ള എൻജിനാണ്, അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ മെക്കി തന്നെ നോക്കണം കേട്ടോ. മാക്സിമം വണ്ടീനെ കുറിച്ച് അറിയുന്നുള്ള ഒരാളെ കൂടെ കൊണ്ടുപോയി വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞുള്ള വണ്ടിയിൽ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സീറ്റ് തന്നെയാണ്. ഇപ്പോൾ അമ്മേനെയൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും വണ്ടിയിൽ ഒരു കാരിയർ വാങ്ങി വയ്ക്കണം. കാരിയർ ലോക്കൽ വാങ്ങി വയ്ക്കരുത്. അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി, നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു കാരിയർ തന്നെ വാങ്ങി വയ്ക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം അതായിരിക്കും എപ്പോഴും ബെറ്റർ. പിന്നെ നമ്മളെ ഗേൾ ഫ്രണ്ട്സായിട്ടൊക്കെ പോകണമെങ്കിൽ ഈ സീറ്റ് ഓക്കെയാണ്, കെട്ടിപ്പിടിച്ചിരുന്ന് പോകാം കേട്ടോ. കാരണം സീറ്റ് നല്ല ഷോർട്ടല്ലേ, അപ്പോൾ നല്ല ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിരുന്ന് കെട്ടിപ്പിടിച്ചിരുന്ന് പോകാം. ഞാൻ പറഞ്ഞാൽ ഈ വണ്ടി ഒരു അപ്രൈറ്റ് റൈഡിങ് പൊസിഷനാണ് തരുന്നത്. നമ്മൾ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു ഫീലാണ് ഈ വണ്ടിയിൽ വരണം കേട്ടോ. കാരണം എൻ്റെ വണ്ടി ഡോമിനറാണ്, ഞാൻ അത് ഓട്ടിച്ചിട്ട് ഇത് ഓട്ടിക്കുമ്പം എനിക്ക് എന്തോ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. കാരണം ആ വണ്ടി എന്ന് വെച്ചാൽ പ്രോപ്പർ ടൂറിങ് പർപ്പസിനുള്ളതായതുകൊണ്ട് നമ്മൾ കുറച്ച് താന്നിരുന്നാണ് ആ വണ്ടി ഓട്ടിക്കുന്നത്. ഈ വണ്ടി എന്ന് വെച്ചാൽ അപ്രൈറ്റ് പൊസിഷനാണ്, നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു പൊസിഷനാണ് ഈ വണ്ടിയിൽ വരുന്നത്. പിന്നെ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, VVA ടെക്നോളജിയാണ്. വണ്ടിയിൽ കിട്ടുന്ന മൈലേജ് എന്ന് വെച്ചാൽ നമ്മൾ ഹൈവേ കയറുമ്പം ഒരു 55-52 ആ ഒരു ഇടയ്ക്ക് കിട്ടും. നമ്മൾ ഇതുപോലത്തെ റോഡൊക്കെ ആണെങ്കിൽ ഒരു 46-48 ആ ഒരു റേഞ്ചിൽ മൈലേജ് കിട്ടും കേട്ടോ. എന്തായാലും 50-നകത്ത് മൈലേജ് ഉറപ്പാണ്. VVA ടെക്നോളജി പറഞ്ഞുകൊണ്ട് VVA ടെക്നോളജി ഉള്ളതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും മൈലേജും പവറും ഒരുപോലെ കിട്ടും കേട്ടോ. VVA ടെക്നോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഒരുപക്ഷേ യമഹയുടെ MG V3 V4 ഇതൊക്കെ നമ്മൾ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ കൂടുതൽ വിറ്റഴിക്കാനുള്ള ഒരേ ഒരു കാരണം ആ VVA ടെക്നോളജി തന്നെയാണ് കേട്ടോ. കാരണം കൊടുക്കുന്ന വിലയ്ക്കനുസരിച്ച് ആ വണ്ടിയിൽ സംഭവങ്ങളുണ്ട്, എന്നാൽ മൈലേജും ഉണ്ട്, പവറുണ്ട്, കാണാൻ ലുക്കുണ്ട്, എല്ലാം യമഹയുടെ ഈ ഒരു സീരീസിൽ അവർ ചെയ്യണുണ്ട് കേട്ടോ. പക്ഷേ FC പോലുള്ള സീരീസിലൊക്കെ എന്ന് വെച്ചാൽ മൈലേജ് ഷോർട്ടാണ്, വണ്ടിയിൽ പവറില്ലെന്നല്ല, ഈ MGയുടെയൊക്കെ പവർ കയറത്തില്ല. എന്നിരുന്നാലും വണ്ടി ഓക്കെയാണ്, FC ഓക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ആ വണ്ടീനെ പറ്റിയുള്ള വീഡിയോ. ഞാൻ പറഞ്ഞ തന്നെ ഇത് സെക്കൻഡ്സ് എടുക്കുന്നവരായിരിക്കും കൂടുതൽ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കാരണം വണ്ടി റൈഡിങ് പൊസിഷനൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾ ക്ലിയർ റൈഡിങ് പൊസിഷനൊക്കെ നോക്കാം കേട്ടോ. ഇതാണ് റൈഡിങ് പൊസിഷൻ വരുന്നത്. നമ്മൾ ഇങ്ങനെ വെച്ച് കുറച്ച് അപ്രൈറ്റ് ആയിട്ട് ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിരുന്ന് ഓട്ടിക്കുന്ന ഒരു ഫീലാണ്. സോ വീഡിയോ ഇത്രയേറെ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. സോ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഏത് വണ്ടിയായാലും നമ്മൾ റിവ്യൂ ചെയ്യാൻ കേട്ടോ, നമുക്ക് കിട്ടുന്ന ഏത് വണ്ടിയായാലും റിവ്യൂ ചെയ്യും. സോ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കാരണം ലഭിക്കത്തുള്ളൂ. പിന്നെ ഗൈസ് നമുക്ക് വീഡിയോയിൽ വ്യൂസ് കയറുന്നുണ്ട്, പക്ഷേ നമുക്ക് സബ് കയറുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവർ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കൂടി ശ്രമിക്കുക. നമുക്ക് മോണിറ്റൈസേഷൻ ആയാലേ നമുക്ക് കുറച്ചുകൂടെ വണ്ടികളെടുത്തിട്ട് ചെയ്യാൻ പറ്റൂ. പിന്നെ നമുക്ക് ഷോറൂം റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഷോറൂമിൽ ചെന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ് ഇത്രയൊക്കെയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.